വികസനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് പഞ്ചായത്തുകൾ മാതൃകയാകണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണത്തിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാൽ നൂറ്റാണ്ടിനു മുമ്പ് വികസനത്തിൽ പിന്നിലായിരുന്നു ഗ്രാമങ്ങൾ. ജനകീയ ആസൂത്രണം നിലവിൽ വന്നതോടെ അധികാര വികേന്ദ്രീകരണം സാധ്യമായി. വാർഡ് ഗ്രാമസഭകളിൽ തീരുമാനമെടുത്ത് വികസന പദ്ധതികൾ നടപ്പാക്കാനായി. പദ്ധതി ആസൂത്രണത്തിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ഐക്യം, ശാസ്ത്രബോധം, യുക്തിബോധം, മതേതരത്വ നിലപാട് തുടങ്ങിയവ കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥ വികസനം ഉണ്ടാകുന്നതെന്നും തിരിച്ചറിയാനാകണം. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന ക്ഷേമ പ്രവർത്തന മികവിന്റെ അംഗീകാരമായാണ് സ്വരാജ് ട്രോഫിയിൽ 2ാം സ്ഥാനം നേടാനായതെന്നും മന്ത്രി പറഞ്ഞു. ബഹുഭൂരിപക്ഷത്തിനും കയറി കിടക്കാൻ വാസയോഗ്യമായില്ല. പാടശേഖരങ്ങളിൽ നല്ലൊരു ശതമാനം അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷി, കുടിവെള്ളം, അത് പേരിൽ പോലും 1 മീറ്റർ പൈപ്പ് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്ക് ലഭിച്ച ദിയ ഫാത്തിമയെ മന്ത്രി അനുമോദിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒരുപോലെ പങ്കാളികളാകണമെന്ന് അധ്യക്ഷത വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റ് റാഹേൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരായ VP വിദ്യാധര പണിക്കർ, NK ശ്രീകുമാർ, പ്രിയ ജ്യോതികുമാർ, വാർഡംഗങ്ങളായ AK സുരേഷ്, B ശരത് കുമാർ, CS ശ്രീകല, അംബിക ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പന്തളം.